വീട്ടമ്മ. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായി. നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, ശാന്ത ബാബു എന്നാണ് ചേച്ചിയുടെ പേര്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ. മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടൊരു 11 വർഷമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പാട്ടിൻ്റെ മേഖലയിലേക്ക് എനിക്ക് കടക്കാൻ പറ്റും എന്നുള്ളത്. അന്നത്തെ കുട്ടിക്കാലവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വെച്ച് ഒരു ഒതുങ്ങിയ ഒരു ജീവിത സാഹചര്യമായിരുന്നു എൻ്റെ. കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീ. കല്യാണം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാട്ട് കുറേ നാളത്തേക്ക് ഒരു ബ്രേക്കായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഒരുവിധം ആയി കഴിഞ്ഞപ്പോഴാണ് ഈ ഓണം പരിപാടികൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെ പോയി പാടാറുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. രാജഹംസമേ മഴവേ കുടിലേ സ്നേഹദൂതുമായി വരുമോ. നമ്മളെപ്പോലുള്ളവർക്കൊന്നും സിനിമയിലേക്ക് എത്തിപ്പെടാൻ വലിയൊരു ആ ഒരു ലോകത്തേക്ക് കടക്കാൻ പറ്റും തോന്നണില്ല. എന്നാൽ പോലും ഒരവസരം കിട്ടിയത് ദൈവാനുഗ്രഹം, അത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. കണ്ണാടി എന്നൊരു മൂവിയിലാണ് എൻ്റെ നാട്ടുകാരനായ ആൻ്റണി നെടുവട്ടം നിർമ്മിച്ച ഫിലിമിലാണ് എനിക്ക് പാടാൻ അവസരം കിട്ടിയത്. ആ പാട്ട് സീനിൽ അഭിനയിക്കാനും ഒരു അവസരം കിട്ടിയിരുന്നു. നീളെ നീളെ പറക്കുന്നു ചേരി. അപ്പൊ എന്തായാലും വെയിറ്റിംഗ്. ശാന്ത ചേച്ചിനെ നമുക്ക് വെൽക്കം ചെയ്യാം അല്ലേ? നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ചേച്ചിയെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം ചേച്ചി. പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു ദൈവാനുഗ്രഹമാണ് തീർച്ചയായിട്ടും. അല്ല, കലാവാസന എന്ന് പറഞ്ഞാൽ തന്നെ ദൈവാനുഗ്രഹമാണ് ഉറപ്പായിട്ട്. അത് എന്ത് രസമായിട്ട് ആ മോഹം കൊണ്ട് ഞാനൊക്കെ പാടിയേക്കുന്നു. ബ്യൂട്ടിഫുൾ. ശാന്ത ചേച്ചി ഒരാണി കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ അവിടെ വെച്ച് പാടിയതായിരുന്നു ഫസ്റ്റ് വീഡിയോ വൈറലായി. പിന്നെ നമുക്ക് സിനിമയിൽ പാടാൻ അവസരം കിട്ടി, അതിൽ അഭിനയിച്ചു അല്ലേ? ഒരുപാട് അവസരങ്ങൾ വന്നു അല്ലേ? ഈ സോഷ്യൽ മീഡിയ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ഒരു അവസരം എന്നെ പോലുള്ളവർക്കൊക്കെ കൈവന്നത്. ഓക്കെ. ഇപ്പോ ചേച്ചി വീണ്ടും സിനിമകളിൽ പാടിയോ? അത് ആ ഒരൊറ്റ പാട്ട് ഒരൊറ്റ ഫിലിമിലെ പാടാൻ അവസരം കിട്ടിയിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത് ചേച്ചി? ഇപ്പൊ കൂലിപ്പണിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ടോ ചേച്ചി? ഇല്ല, പഠിക്കുന്നൊന്നുമില്ല. 2018 ജസ്റ്റ് ഒരു വർഷത്തോളം കഷ്ടി അങ്ങ് പോയിരുന്നു പാട്ട് പഠിക്കാനായിട്ട്. പിന്നെ അത് കൊറോണയും ലോക്ക്ഡൌൺ ഒക്കെ വന്നോടുകൂടി താനെ നിന്ന് പോയി. വീട്ടിലാരെങ്കിലും? മോനുട്ടൻ അത്യാവശ്യം കുറച്ചൊക്കെ പാടും. അവൻ നാടൻ പാട്ടാണ് അവന്റെ ഏറ്റവും ഇഷ്ടം മേഖല. മനോജേട്ടാ, ചേച്ചി എന്റെ ഒരു പാട്ടും ചേച്ചി എന്റെ ഇടയിൽ കൂടെ പാടുന്നത് കേട്ടു, രാജഹംസം. അത് പാടാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. ആണികളുടെ ഇടയിൽ നിന്നുകൊണ്ട് എന്തൊരു കോൺട്രാസ്റ്റ് ആണ്. സംഗീതത്തെ സ്നേഹിക്കുക, അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ സംഗീതത്തെ ഇത്രയും സ്നേഹിക്കുന്ന ചേച്ചിക്ക് ബിഗ് സല്യൂട്ട്. ചേച്ചിയുടെ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതെല്ലാം സാധിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചേച്ചിയെ പോലുള്ള ഒരുപാട് പ്രതിഭകൾ കേരളത്തിൽ അങ്ങനെ മൺമറഞ്ഞ് കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അവർക്കൊക്കെ ഉള്ള വലിയ വേദിയാണ് ചേച്ചി പറഞ്ഞുള്ള സോഷ്യൽ മീഡിയ. തീർച്ചയായിട്ടും വലിയൊരു വേദി ഒരുക്കുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. ഒരുപാട് സന്തോഷം ഈ വേദിയിൽ കാണാൻ സാധിച്ചത്. താങ്ക് യു. സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിൽ എനിക്ക് അവസരം ഒരുക്കി തന്ന ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് അരുൺ സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ശരത് സാറിന് എന്റെ മുമ്പിലും മറ്റേ പ്രിയപ്പെട്ട ജഡ്ജസിന്റെ എല്ലാവരുടെയും മുമ്പിൽ ഒരു അവസരം കിട്ടിയത് ദൈവാനുഗ്രഹം. ചേച്ചി, അപ്പൊ എന്തായാലും മനോജേട്ടൻ പറഞ്ഞ പോലെ മനോജേട്ടന്റെ മുമ്പിൽ വെച്ച് നമുക്ക് ആ ഒരു പാട്ട് ഒരു 4 വരി പാടാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. സന്തോഷം. രാജഹംസമേ മഴവിൽ കുടിലിൽ
രാജഹംസമേ. ആഹാ ചേച്ചി മനോഹരം, വണ്ടർഫുൾ വണ്ടർഫുൾ. മനോഹരമായിട്ട് പാടി, മനോഹരമായിട്ട്. താങ്ക് യു സോ മച്ച്. ചേച്ചി ഈ പാട്ടുകൾ പഠിക്കുന്നതൊക്കെ എങ്ങനെയാ? ഫോണില് നോക്കി? ഞാൻ ഇപ്പോ ഈ ടച്ച് ഫോണൊക്കെ വന്നിട്ട് അധികം കാലമായിട്ടില്ലല്ലോ. ഞാൻ മറ്റുള്ളവരുടെ ടേപ്പ് റെക്കോർഡിൽ നിന്നും റേഡിയോയിൽ നിന്നൊക്കെ കേട്ടാണ് ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ പാട്ട് പഠിച്ചിരുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോ കൈവിരൽ തുമ്പിലുണ്ടല്ലോ. അതെ. ഇപ്പൊ എന്തായിരുന്നു പാട്ടുകാരി ആകണം എന്നായിരുന്നു ആഗ്രഹം? സത്യത്തില് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. എന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ വേദികൾ കുറവായിരുന്നു എങ്കിൽ പോലും പാട്ടായിരുന്നു എന്റെ ലോകം മുഴുവനും. ഓഹോ ടീച്ചറെ പഠിപ്പിക്കുന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞ. എന്നെ പോലെ പാട്ടാണ് ഇഷ്ടം. പാട്ടായിരുന്നു, ഫുൾ ടൈം പാട്ടായിരുന്നു. റേഡിയോ പോലെ തന്നെ ഞാൻ പാടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്തായാലും പാടി സ്വയം ആസ്വദിക്കും. ആ ചേച്ചി സുന്ദരിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് പറയണം തോന്നി. നേരിട്ട് കണ്ടപ്പോ താങ്ക് യു. സുന്ദരിയാണ്. ആ വിഷ്വൽ ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴും നല്ല ഭംഗിയുണ്ട്. അതെ അതെ. കാരണം ഒരു ക്യാമറയുടെ മുമ്പില് ഒരു നല്ല മുഖമാണ് ശരിക്കും നമുക്ക് എടുത്ത് കാണുമ്പോ വല്ലാത്തൊരു ഫീലാണ് അത്. താങ്ക് യു മാം. അതുപോലെ ശബ്ദവും അതെ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. ശരിക്കും ഇപ്പൊ ഈ വീഡിയോസിൽ കാണിച്ചതൊന്നും അത് നോർമലി പാടിയതല്ലേ, അല്ലാതെ സ്റ്റുഡിയോയിലല്ലോ. അത് എന്തൊരു ഭംഗിയാ കേൾക്കാൻ. സംഗതികളൊക്കെ കറക്റ്റ് ആയിട്ട് വരുന്നു. പഠിച്ചിട്ടേ ഇല്ല. ദൈവം തന്നൊരു കഴിവ് മാത്രമേ എന്റെ ഉള്ളൂ. പഠിക്കാതെ അത്രയും കറക്റ്റ് ആയിട്ട് വരുന്നത് വലിയ കാര്യമല്ലേ. അത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയതിൽ ഭയങ്കര ഭാഗ്യമായിട്ടാ താങ്ക് യു കരുതുന്നത്. താങ്ക് യു. അല്ല ദൈവം ഇവിടം വരെ എത്തിച്ചില്ലേ. അതെ സൂപ്പർ തീർച്ചയായിട്ടും. സ്റ്റാറിന്റെ വേദി എന്ന് പറയുന്നത് അതെ അതെ. ലോകമെമ്പാടും നിസ്സാര ഒരു വേദിയല്ല ഇത്. അതെ അതെ ലോകമെമ്പാടുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേച്ചിയുടെ കൂടെ ദൈവമുണ്ട്. അതെ. അതിന്റെ ഒരു തെളിവാണിത്. എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കും. തീർച്ചയായും. എല്ലാരും പ്രാർത്ഥിക്കും. താങ്ക് യു സാറേ. താങ്ക് യു സാർ.